ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു പെർഫെക്റ്റ് സ്നാക്കാണ് ഇത്. അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചിക്കനെ കുക്ക് ചെയ്യാം. അതിനായി ഒരു പാത്രം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 150 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഇത് ചെറിയ ബോൺലെസ് പീസ് ആയതുകൊണ്ട് ഒരു 5 to 7 മിനിറ്റ് കൊണ്ട് ഇത് കുക്കായി കിട്ടും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് വറ്റിച്ചത്. അപ്പോൾ പെട്ടെന്ന് ഇത് വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിക്കിട്ടും. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഈ കുക്കായ ചിക്കനൊക്കെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കണേ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് വെജിറ്റബിൾ ഓയിലും എടുക്കാം കേട്ടോ. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഉള്ളിനെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ജസ്റ്റ് 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടി ഇതിനൊന്ന് വഴറ്റി കൊടുക്കണം. 2 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലോട്ടേക്ക് മുളകിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 1 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കറിവേപ്പില നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം. എല്ലാം നല്ലപോലെ വഴന്നതിന് ശേഷം ഇതിലോട്ടേക്ക് മസാലപ്പൊടി ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടെ നമുക്ക് പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചിക്കനും മസാലയും ഒക്കെ നല്ലപോലെ മിക്സ് ആവണം. അതിനുശേഷം നമുക്ക് നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ച പൊട്ടറ്റോനെ ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ മിക്സിങ്ങിലാണ് കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് മുഴുവൻ ഇരിക്കുന്നത്. എല്ലായിടത്തും എത്തണം. ഇനി ഇതിലോട്ട് അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണേ. എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിക്കാം. ഈ ഉരുളക്കിഴങ്ങിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് കളയണേ. ഇതൊക്കെ ഇപ്പം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ കട്ട്ലേറ്റ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലേനെ ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു പിഞ്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഇവിടെ ഷേപ്പ് ആക്കിയിട്ടെടുക്കാം.
ഈ മസാല മിക്സ് ഒന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒരു ബോളിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം. ഈ ഒരു തിക്നെസ് മതി കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കേണ്ടത്. കയ്യിൽ ഓയിലൊന്ന് അപ്ലൈ ചെയ്താൽ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഈ ഉരുട്ടിയ കട്ട്ലേറ്റ് ഒന്ന് എഗ്ഗ് മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ നിന്ന് ഈ സൈഡൊക്കെ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണേ. അപ്പോൾ സൈഡൊക്കെ നല്ല ഷേപ്പായിട്ട് വരും. ഇതുപോലെയാണ് കട്ട്ലേറ്റ് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ ഓയിലും ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് കട്ട്ലേറ്റ് പീസുകളൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ആ ഓപ്പോസിറ്റ് സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടാവും, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇത് കുക്കാവേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിത് ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറും ക്രിസ്പി ആവണം, അത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് വെച്ചാൽ തന്നെ ഇത് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും. സെയിം പ്രോസസ്സ് തന്നെ 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഗോൾഡൻ കളറായിട്ടുണ്ടാവും. ഈ കട്ട്ലേറ്റ് മിക്സിൽ എല്ലാം നല്ലപോലെ കുക്കായതാണ്. അതുകൊണ്ടാണ് ഇത് വേവേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് 2 സൈഡും നല്ലപോലെ ക്രിസ്പിയും ഗോൾഡൻ കളറായാൽ മതി. അതിന് ഈ ടൈം തന്നെ മതി. ഇതിപ്പോൾ 2 സൈഡും നല്ല ക്രിസ്പി ആൻഡ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. ചാനൽ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching.